ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഊണിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാനും പറ്റും. ടേബിൾ സ്പൂണിലും കുറവ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 3 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു സവാള, കുറച്ച് വേപ്പില, ഒരു ചുവന്നമുളക്, ഒരു പച്ചമുളക്. സവാള നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. സവാള സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതും കൂടി നല്ലോണം ഒന്ന് ചൂടാവട്ടെ. കുരുമുളകും ജീരകം നല്ലോണം ചൂടാവുമ്പോൾ ഇതിലേക്ക് വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം, ഒരുപാട് കുഴഞ്ഞൊന്നും പോകില്ല. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്തോളൂ. പച്ചമുളകും ചുവന്നമുളകും ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം പോണവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. പൊടികളുടെ പച്ചമണം പോയിട്ട് ഇതിൽ 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം ഒന്ന് ചൂടാക്കി എടുക്കും. ഈ മിക്സ് തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കും. 1/2 കപ്പ് ഉണക്കപ്പയർ എടുത്ത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചേക്കണതാണ്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുതിർത്തിയ വെള്ളം മാറ്റി, ഇത് നല്ല വെള്ളമാണ് കേട്ടോ. കുതിർത്തിയ പയറാണെങ്കിൽ 3 വിസിൽ ഇട്ട് എടുത്തോളൂ, അല്ലാത്ത ഇതാണെങ്കിൽ 2 വിസിൽ ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കായപ്പൊടി, 10 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർക്കുന്നത്, 1 പച്ചമുളക്, കുറച്ച് വേപ്പില, 2 ചുവന്നമുളക്. ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഉള്ളി നല്ലോണം സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. തക്കാളി നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ അരച്ച മസാല ചേർക്കുന്നുണ്ട്. മസാല ഒന്ന് കുക്കായതിന് ശേഷം ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ചേർത്താൽ മതി. മസാല നല്ലോണം കുക്കായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജാറ് കഴുകിയ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കൂട്ടാൻ ആവശ്യമായിട്ടുള്ള പൊടി ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്, അതും ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കണ പയറും ചേർക്കുന്നുണ്ട്, വെള്ളത്തോടു കൂടി ചേർത്തോളൂ. കൂട്ടാന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് കഷ്ണം വേവിച്ചെടുക്കാം. കഷ്ണം വെന്തുണ്ടാവും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് ഒരു വെറൈറ്റി കൂട്ടാനാണ്. ഊണിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഈ രീതിയിൽ ഉണക്കപ്പയർ കൂട്ടാൻ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ, നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.